ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോൾ ബോയ് എന്റർടൈൻമെന്റ്സ്. ഞാൻ ധീരജ്. വാഴ കേരളത്തിലെ ഒരുപാട് വാഴകൾക്ക് വേണ്ടിയിട്ട് വാഴ വാഴ എന്ന് വിളിപ്പേര് വന്നവർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊക്കെ സമർപ്പിക്കുന്ന പുതിയ സിനിമയാണ് ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ, ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. ഓക്കെ, സോ ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സോ നമുക്കത് റിയാക്ട് ചെയ്യാം ആൻഡ് കുറച്ചുകൂടി ക്ലാരിറ്റി കണ്ടിട്ട് ഇതിടാം. ഈ സിനിമയുടെ മെയിൻ പ്രത്യേകത പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഷോർട്സിലും റീൽസിലൊക്കെ തരംഗം സൃഷ്ടിക്കുന്ന നമ്മുടെ കിടുപ്പുള്ളേഴ്സ് അഭിനയിക്കുന്ന സിനിമയാണ്. പിന്നെ ഹാഷിർ, പ്രത്യേകിച്ച് ഹാഷിറിനൊക്കെ അത്രയും ഫാൻസാണ്. ആ രീതിയിലേക്ക് നല്ലൊരു എന്താ പറയുക പ്രൊമോഷൻ ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട് ബൈ പബ്ലിക്കലി. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാ കേരളത്തിൽ നടക്കുന്നേ, ഈ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഫോഗിനൊരു പരസ്യം ഉണ്ടായിരുന്നു. ഇവിടെ എന്താ നടക്കണേ, ഫോഗാ നടക്കണേ. ആ ഒരു സംഭവം ഒരു കാലത്ത് എല്ലാവരും വായിലുണ്ടായിരുന്നു. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന സംഭവമാണ് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ, ആ സാധനം ഇപ്പൊ ഇതാണ് എല്ലാവരുടെ വായിലും. സോ ഈ ഫുൾ ടീം ഒരുമിച്ച് ജോയിന്റ് ആവുന്ന ഒരു പടം, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പടം. എന്തായാലും ഇത് അടിപൊളിയായിരിക്കും. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ട്രെയിലറിൽ കാണാം. സോ ലെറ്റ്സ് വാച്ച്. ഓക്കെ, സോ എക്സൈറ്റഡ് ആൻഡ് ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. WPTS അത് സത്യം കേട്ടോ. ഒരു രക്ഷിതാക്കളും മനുഷ്യ പോയിട്ടുണ്ടാവില്ല. ആഷിർ അഖിൽ സാഫ് ബോയ്. From the creator of JJJ. Ooh, emotional. Biopic of a Billion Boys. വാഴ, ആനന്ദ് മേനോൻ, വിപിൻ ദാസ്. കൊള്ളാട്ടാ, സൂപ്പർ സാധനം. അതായത് വേറൊന്നുമല്ല, സിമ്പിളായിട്ട് പറയാം, ഒരു ഫുൾ എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും ഇത്. ഫണ്ണായിട്ടുള്ള ഫണ്ണി എലമെന്റ്സ് ഉള്ള, നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല കോമഡി എലമെന്റ്സ് ഉള്ള പടം തന്നെയായിരിക്കും. പിന്നെ ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ട്രെയിലറിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഫൺ, ആ രീതിക്ക് വൈബ്, ചില്ല്, ആ ഒരു യങ്സ്റ്റേഴ്സിന്റെ സംഭവമാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇമോഷൻസ്. എനിക്ക് തോന്നുന്നു ഇവരുടെ സ്കൂൾ ലൈഫ്, അതിനുശേഷം ഇവരുടെ പ്രായമായിട്ടാകുമ്പോൾ ലൈഫ്, യങ് ആയിട്ടാകുമ്പോൾ ലൈഫ്, അങ്ങനെ രണ്ട് കമ്പാരിസൺ കാണിക്കുന്നു തോന്നുന്നു. കുറച്ച് ഇമോഷണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി ഓറിയന്റഡ് അങ്ങനത്തെ ഒരു സംഭവമാണ് കണ്ടപ്പോൾ തോന്നിയത്. മെയിൻ സംഭവം ഈ പറഞ്ഞ പോലെ നമ്മൾ റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് നമ്മളെ ദിവസവും എന്റർടൈൻ ചെയ്യിക്കുന്ന, ദിവസവും നമ്മളെ ചിരിപ്പിക്കുന്ന നല്ല നല്ല ക്രിയേഷൻസ് ചെയ്യുന്ന ആക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. ഹാഷിർ ആയാലും ജോമോൻ ജോദർ ആയാലും എല്ലാവരും ഒന്നിനൊന്ന് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും നമുക്കിതിൽ കാണാൻ പറ്റും. അതിൽ യാതൊരു സംശയവും. എന്തായാലും തിയേറ്ററിൽ ആള് കയറും, സംശയമില്ല. കാരണം ഹാഷിറിന്റെ ഒക്കെ ഫാൻസ് പറഞ്ഞ അങ്ങനെയാണ്. കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇവരുടെ അടുത്ത് നിന്ന് നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ആക്ടിങ്ങിലായാലും പെർഫോമൻസിലായാലും ഏത് തരത്തിലായാലും നല്ല ഐറ്റംസ് കിട്ടുന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. സോ ആ രീതിക്ക് എല്ലാവരും കാണാൻ പോകും. ഇവരുടെ ഒപ്പം തന്നെ നമ്മുടെ അസീസ് ക, പിന്നെ കോട്ടയം നസീർ ക, പിന്നെ ജഗദീഷ് ഏട്ടൻ, അങ്ങനത്തെ മെയിൻ ലീഡ് ആക്ടേഴ്സും
കിട്ട് പെർഫോമൻസ് ആയിട്ട് ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു സംശയമില്ല. ഇപ്പൊ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്തായാലും ടോട്ടൽ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു അടിപൊളി സിനിമയായിരിക്കും. സോ നാളെയാണ് August 15 സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നാണ് റിലീസ്. സോ തിയേറ്റർ പൂരപ്പറമ്പാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നാളെ പോയിട്ട് സിനിമ കാണണം. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയാം. അപ്പൊ അതുവരേക്കും കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും